കേരള അസംബ്ലി ഇലക്ഷൻ 2026 ജനങ്ങൾക്ക് വേണ്ടത്. വീഡിയോ 1. ജീവിക്കാൻ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ നിർണയിച്ചു, അവ ഇല്ലാത്തവർക്ക് അവ നൽകുക. ഓരോരുത്തരുടെയും ആസ്തി വരുമാനം നിർണയിച്ചു വ്യത്യസ്ത നിരക്കിൽ നികുതി, സേവന ഫീസ് എന്നിവ ഈടാക്കുക. ഉദ്ഘാടനങ്ങളും സർക്കാർ പരസ്യങ്ങളും നിർത്തലാക്കുക. ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചു കാര്യക്ഷമമായി പണിയെടുപ്പിക്കുക. സ്വജനങ്ങൾക്ക് ജോലി നൽകുന്നത് അവസാനിപ്പിക്കുക. മാലിന്യനായ വന്യജീവി ശല്യങ്ങൾ അവസാനിപ്പിക്കുക മുതലായവ. 2 വീഡിയോകൾ ആയി ഈ കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു. ഇതു ആദ്യ ഭാഗം. 2ാം വീഡിയോയും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനക്ഷേമത്തിനായി തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ. ജനങ്ങൾ എല്ലാവരും വർഷം തോറും അവരവരുടെ ആസ്തി, വരുമാനം എന്നിവ കണക്കാക്കി സമർപ്പിക്കുവാൻ നിയമം കൊണ്ടുവരികയും ഇവ ക്രമരഹിതമായി ഇടയ്ക്കിടെ പരിശോധിക്കാൻ സംവിധാനം ഒരുക്കി ജനങ്ങളെ സാമ്പത്തിക നില അനുസരിച്ചു വിവിധ ഗ്രൂപ്പുകൾ ആക്കി കാർഡ് നൽകി അവർ സർക്കാരിന് നൽകേണ്ട വിവിധ നികുതികൾ സാമ്പത്തിക നില അനുസരിച്ചു വ്യത്യസ്ത നിരക്കിൽ വസൂലാക്കുക. ഉദാഹരണം കെട്ടിട നികുതി, പെട്രോൾ ചാർജ്, ആശുപത്രി ചാർജ്, സിനിമ തിയേറ്റർ ടിക്കറ്റ് ഫീ മുതലായവ. 2. മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട മിനിമം വസ്തു, വീട്, വസ്ത്രം, ആഹാരം എന്നിവ നിർണയിച്ചു അത്രയും കാര്യങ്ങൾ ഇല്ലാത്തവരെ സർവേ നടത്തി കണ്ടെത്തി അവർക്ക് ഇവ ഒരു വർഷത്തിനുള്ളിൽ ലഭ്യമാക്കൂ. 3. മേൽപ്പറഞ്ഞവർക്കു ആവശ്യം വേണ്ട ദിവസവരുമാനം ലഭിക്കാൻ തക്ക വിധമുള്ള പ്രവൃത്തികൾ കണ്ടെത്തി നൽകുകയോ അതിനു പറ്റുന്നില്ലെങ്കിൽ ആ തുക മാസാമാസം നൽകുകയോ ചെയ്യുക. 4. ഇങ്ങനെ തുക നൽകേണ്ടി വരുന്നവരെ അവരുടെ ശാരീരിക വിദ്യാഭ്യാസക്ഷമത അനുസരിച്ചു ആ പ്രദേശത്തു സർക്കാർ ചെയ്യുന്ന വികസന ഉടമസ്ഥതയിലുള്ള റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, നദികൾ, കുളങ്ങൾ എന്നിവ 2 വർഷം കൂടുമ്പോൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി ആവശ്യമുള്ള തുക കണക്കാക്കി തുക ലഭ്യമാക്കി പണികൾ സമയത്തിന് നടത്തും. 6 മാസത്തിൽ കൂടുതൽ ആളെ നിയമിച്ചിട്ടുള്ള എല്ലാ തസ്തികയ്ക്കും PSC മുഖേന സ്ഥിരം നിയമനം നൽകുകയും അവർക്കു ശമ്പളം നേരത്തെ നൽകിക്കൊണ്ടിരുന്ന അതേ നിരക്കിൽ അതേ ഫണ്ടിൽ നിന്നും നൽകുകയും ചെയ്യുക. 7. PSC മെമ്പർമാരുടെ യോഗ്യത നിർണയിച്ചു അവരെ മത്സര പരീക്ഷ മുഖേന തെരഞ്ഞെടുക്കും. 8. PSC മെമ്പർമാരുടെ എണ്ണം ഓരോ വർഷവും നിയമിതരാകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചു ക്രമീകരിക്കുക. ശമ്പളം വകുപ്പ് മേധാവികളുടെ നിരക്കായി നിർണയിക്കുക. 9. സ്ഥാപനങ്ങളിൽ വരുന്ന ഒഴിവുകളിലേക്കുള്ള നിയമനം ആ സ്ഥാപനങ്ങളിലേക്ക് മാത്രമായി PSC മുഖേന നടത്തി ഉദ്യോഗസ്ഥന്മാരെ അതത് സ്റ്റേഷനിലേക്ക് നേരിട്ട് തെരഞ്ഞെടുത്തു അവിടുത്തെ പ്രവൃത്തിയും ക്രമസമാധാന നിലയും വിലയിരുത്തി തുടരാനുള്ള അനുവാദം നൽകുക. 11. ബയോളജിക്കൽ മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ അടുത്തടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്നു സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു സ്ഥാപിക്കുകയും അവിടെ സ്ഥാപിക്കാൻ പൊതുജനം സമ്മതിക്കുന്നില്ലെങ്കിൽ പൊതുജനം സ്വയം വീടുകളിലും സ്ഥാപനങ്ങളിലും തന്നെ സംസ്കരിക്കാൻ നിർദ്ദേശം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുക. 12. തെരുവ് പട്ടികളെ കൊന്നൊടുക്കുകയോ ABC നടത്തി സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുകയോ ചെയ്യുക. നായ്ക്കളുടെ സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു നായകൾ തെരുവിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. 13. വീട്ടുനായ്ക്കളുടെ DNA ഫിംഗർ പ്രിന്റിംഗ് നടത്തി ഡാറ്റ് സൂക്ഷിച്ചു നായ വീടിന് പുറത്തു കണ്ടാൽ ഉടമസ്ഥനെ ശിക്ഷിക്കുക. 14. ശമ്പളം, പെൻഷൻ, ക്ഷേമനിധി എന്നിവ സർക്കാർ അധികാരത്തിൽ ഏറുന്ന തീയതി മുതൽ കൊടുക്കേണ്ട നിരക്കിൽ കുടിശ്ശിക വരുത്താതെ കൊടുക്കുക. മുൻ സർക്കാർ കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതിന്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തി അത് കൊടുക്കാത്തതിന് ഭരിച്ച പാർട്ടികളെ കുറ്റപ്പെടുത്തി വ്യാപക പ്രചാരം നടത്തുക. കുടിശ്ശിക കൊടുക്കാൻ തുക കണ്ടെത്താൻ വിഭവസമാഹരണത്തിനുള്ള നടപടികൾ കുറ്റവാളികളെ തുടർന്ന് പഠിപ്പിക്കുന്നതിന് കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക. 16. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെക്കോർഡുകൾ മുതലായവ സമർപ്പിക്കേണ്ടതിന് വിദ്യാർത്ഥികളുടെ സൗകര്യപ്രകാരം തീയതി നിശ്ചയിക്കുവാൻ സ്ഥാപനങ്ങളെ അധികാരപ്പെടുത്തുകയും നിർദ്ദേശിച്ച തീയതിയിൽ അവ സമർപ്പിച്ചില്ലെങ്കിൽ നൽകേണ്ട ശിക്ഷ, അച്ചടക്കരഹിതമായ പ്രവൃത്തികൾക്ക് നൽകേണ്ട ശിക്ഷ എന്നിവ ഉൾപ്പെടുത്തി ഡിസിപ്ലിനറി ആക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടാക്കുക. സമാന രീതിയിൽ ഉള്ള പ്രോട്ടോകോൾ ജീവനക്കാർക്കും തയ്യാറാക്കുക. 17. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രി, ഓഫീസ്, ദേശീയ സംസ്ഥാന പാതകൾ എന്നിവയിൽ നിന്നും മദ്യശാലകൾക്കുള്ള അകലം പടിപടി ആയി ഉയർത്തുകയും മദ്യശാലകൾ തമ്മിലുള്ള ദൂരം പടിപടിയായി ഉയർത്തുകയും ചെയ്യുക. മദ്യം, മയക്കുമരുന്നു, പുകവലി എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള പ്രചാരണം സിനിമശാലകൾ, ബസ് സ്റ്റാൻഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, മാളുകൾ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, പള്ളികൾ, അമ്പലങ്ങൾ, ഉത്സവങ്ങൾ എന്നിവ അഴിമതിക്കുറ്റത്തിലോ അക്രമങ്ങളിലോ ശിക്ഷിക്കപ്പെടുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുക. ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ ശരിയെന്നു സംശയം തോന്നിയാൽ തെരഞ്ഞെടുത്ത തസ്തികയിൽ നിന്നു സസ്പെൻഷനിൽ നിർത്തുക. 90 ദിവസത്തിനകം കോടതിയിൽ കേസ് സമർപ്പിച്ചു സസ്പെൻഷനിൽ തുടരേണ്ടതുണ്ടോ എന്നു കോടതി അഭിപ്രായം തേടുക. 19. ആശ,
അംഗൻവാടി തുടങ്ങിയ കോൺട്രാക്ട് ജീവനക്കാർക്ക് മിനിമം കൂലി നൽകി ആ വേതനം ലഭിക്കുന്ന ഇതര ജീവനക്കാരുടെ ജോലി സമയം നൽകി അത്രയും സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ജോലികൾ കണ്ടെത്തി നൽകുക. 60 വയസ്സിൽ പിരിഞ്ഞുപോകൽ നിശ്ചയിച്ച ഒഴിവുകളിൽ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി PSC മുഖേന നടത്തുക. 20 മയക്കുമരുന്ന് സപ്ലൈ ചെയിൻ കണ്ടെത്താൻ പോലീസ് എക്സൈസ് വിഭാഗങ്ങളിൽ കൂടുതൽ തസ്തിക സൃഷ്ടിക്കുക. 21 മദ്യം, മയക്കുമരുന്നു, പുകവലി ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള വീഡിയോകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. 22. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഉണ്ടായ നഷ്ടങ്ങൾ വ്യക്തമാകുന്ന പുരാതന അവശിഷ്ടങ്ങളിൽ ഈ നഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന വിവരണം നൽകുക. മുഗൾ ഭരണം, മതവിശ്വാസങ്ങൾ, ലഹളകൾ എന്നിവ കൊണ്ടുണ്ടായ നാശങ്ങളും മതം, സംസ്ഥാനം, രാഷ്ട്രം, രാഷ്ട്രീയ പാർട്ടി എന്നിവ ഇതര ജാതി മതരാഷ്ട്രങ്ങളെക്കാൾ മഹത്തരം എന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾ ശരിയല്ല എന്ന് സയൻസ് തത്വങ്ങൾ വിശദമാക്കി പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ, മതങ്ങൾ എന്നിവ തമ്മിലുള്ള സംവാദങ്ങൾ നടപ്പിലാക്കുക. 24 ജ്യോതിഷം, മന്ത്രികം എന്നിവ സയൻസ് അടിസ്ഥാനത്തിൽ ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുക. ജ്യോതിഷ് പ്രവചനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ഫലിച്ചോ എന്ന് പരിശോധിക്കുന്നതിനും പരിശോധനയിലെ കണ്ടെത്തലുകൾ പ്രചരിപ്പിക്കുന്നതിനും ഫലിക്കാത്തവർക്ക് നഷ്ടപരിഹാരം വസൂലാക്കുന്നതിനും വ്യവസ്ഥ ഉണ്ടാക്കുക. 25 ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ ലോകരാജ്യങ്ങൾ ഇതര രാജ്യങ്ങളിൽ നടത്തിയ നാശം പ്രചരിപ്പിക്കുക, സ്മാരകങ്ങൾ, പ്രദർശനശാലകൾ എന്നിവ ഉണ്ടാക്കുക. 26 10 ലക്ഷം രൂപയിൽ താഴെ വിലവരുന്ന കാറുകൾ മാത്രം വാങ്ങുക. മന്ത്രിമാരും മറ്റു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സ്വന്തം ചെലവിൽ വീടുകളിൽ നിന്ന് ഓഫീസിൽ വരിക. ദൂരയാത്രകൾക്ക് ബസ്, ട്രെയിൻ ഉപയോഗിക്കുക. ഓഫീസിൽ നിന്നുമുള്ള ലോക്കൽ യാത്രകൾക്ക് അറസ്റ്റിലായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റം കോടതിയിൽ തെളിഞ്ഞാൽ പിരിച്ചുവിടുക. പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തതായി കണ്ടാൽ കേസ് തീരുമാനം ഉണ്ടാവുന്നതുവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക. 1 മാസത്തിനകം കേസ് കോടതിയിൽ ചാർജ് ചെയ്തു 1 വർഷത്തിനകം കോടതി തീരുമാനം ഉണ്ടാക്കുക. അതുവരെ ഭക്ഷണ, വസ്ത്ര, വിദ്യാഭ്യാസ മിനിമം ചിലവുകൾക്കു മാത്രം തുക അനുവദിക്കുക. ഈ തുക കുറ്റം തെളിഞ്ഞാൽ തിരിച്ചുപിടിക്കുക. ഉദ്യോഗസ്ഥന്റെ സ്വത്ത് വരുമാനത്തിൽ കൂടുതൽ ആണോ എന്ന് പരിശോധിച്ച് കണ്ടുകെട്ടുക. എല്ലാ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ തസ്തിക വഹിക്കുന്നവരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സ്വകാര്യ സ്ഥാപന ജീവനക്കാരുടെയും സ്വകാര്യ സ്ഥാപന ഉടമകളുടെയും മതസ്ഥാപനങ്ങളുടെയും മതസ്ഥാപനം നടത്തുന്നവരുടെയും വരുമാനവും സ്വത്തും ഇടയ്ക്കിടെ പരിശോധിച്ച് സ്വത്ത് വരുമാനത്തിൽ കൂടുതൽ ആണെങ്കിൽ കണ്ടുകെട്ടുക. 28 എല്ലാ മതസ്ഥാപനങ്ങളുടെയും വഖഫ് ബോർഡുകളുടെയും നിയമാവലി ഒരുപോലെ ആക്കുക. 29 എല്ലാവിധ ഉദ്ഘാടനങ്ങളും നിരോധിക്കുക. 30. ആശുപത്രികൾക്കും ആരോഗ്യസ്ഥാപനങ്ങൾക്കും കോൺട്രാക്ടർമാർക്കും മുൻകാല സർക്കാർ കൊടുക്കാനുള്ള തുക കണക്കാക്കി പ്രസിദ്ധീകരിച്ച് പ്രചാരണം നടത്തി ആ പേരിൽ ഉള്ള പദ്ധതി ഉണ്ടാക്കി ഇതിനു അധിക വിഭവ ആശുപത്രികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും പ്രത്യേക മരാമത്ത് വിഭാഗം ഉണ്ടാക്കി ആ വിഭാഗം ആരോഗ്യ വകുപ്പുകളുടെ കീഴിൽ ആക്കുക. പണികൾക്ക് മെയിന്റനൻസ് ഗ്യാരണ്ടി ഏർപ്പെടുത്തുക. പണി ആരംഭിക്കുന്നതിനു മുൻപേ എല്ലാവിധ അനുമതികളും ലഭ്യമാക്കുന്നതും തീരുമ്പോൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭ്യമാക്കുന്നതും നിർമ്മാണ ഏജൻസിയുടെ ചുമതല ആക്കുക. 32 എല്ലാവിധ സർക്കാർ മന്ദിരങ്ങളുടെയും ഫിറ്റ്നസ് പരിശോധിച്ചു 1 വർഷത്തിനകം ഫിറ്റ് അല്ലാത്തവ പൊളിച്ചു നീക്കുക. 33 സർക്കാർ മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി എല്ലാ വർഷവും ചെയ്യുവാനുള്ള കലണ്ടർ തയ്യാറാക്കി പ്രവർത്തനം നടത്തുക. ഇവക്കു ആവശ്യമുള്ള തുക കണക്കാക്കി ആവശ്യമെങ്കിൽ അധിക വിഭവ സമാഹരണം നടത്തുക. ഇതിന് മെയിന്റനൻസ് ഗ്യാരണ്ടി നടപ്പിൽ വരുത്തുക. 33 മന്ദിരങ്ങളിലെ മുറികളിലും ശുചിമുറികളിലും ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ നിർണയിച്ച് ഉത്തരവ് ഇറക്കി നടപ്പിൽ വരുത്തുക. 34 മന്ദിരങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിച്ചു ഇവ ഉറപ്പുവരുത്താൻ MLA-മാർക്ക് ചുമതല നൽകുക. 35 സ്ഥാപന മേധാവികളും മറ്റു ജീവനക്കാരും അവരുടെ അധികാരസ്ഥലങ്ങളിൽ ഇവ എല്ലാ സ്ഥാപനങ്ങളിൽ വീഡിയോ എടുത്തു പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്കും ജീവനക്കാർക്കും അധികാരം നൽകുക. സ്വകാര്യതയ്ക്ക് ഭംഗം ഉണ്ടാവാതെ ചികിത്സ. 37 സർക്കാർ ജീവനക്കാർക്ക് അവരോട് ഫോണിലൂടെയോ നേരിട്ടോ സംസാരിക്കുന്ന ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സംസാരം റെക്കോർഡ് ചെയ്തോ വീഡിയോ എടുത്തോ സൂക്ഷിക്കാനും അവ തെളിവായി നൽകാനും സ്വകാര്യതയ്ക്ക് ഹാനികരമാകാതെ പ്രചരിപ്പിക്കാനും അധികാരം നൽകുക. തിരിച്ചും 38 ആരോഗ്യസ്ഥാപനങ്ങളിൽ മരുന്ന്, ഉപകരണങ്ങൾ എന്നിവക്കുള്ള വാർഷിക ഇന്റന്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഒഴിവാക്കുക. ഇന്റന്റ് സാധനങ്ങളുടെ ആവശ്യകത ഉറപ്പുവരുത്തുന്നതിലുള്ള ഉത്തരവാദിത്തം ഇന്റന്റ് നൽകിയവർക്ക് മാത്രം ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുക. 39 മുൻ സർക്കാരുകൾ നിർമ്മിച്ചു ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ ലിസ്റ്റും അവ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതിന്റെ കാരണവും 3 മാസത്തിനകം പ്രസിദ്ധീകരിച്ചു 1 വർഷത്തിനിടയിൽ ഉപയോഗപ്പെടുത്തുക. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്കായി ഉപയോഗപ്പെടുത്തുക. ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ മുൻ സർക്കാരുകളുടെ വീഴ്ചയായി പ്രഖ്യാപിച്ചു പ്രചാരണം നടത്തുക. അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള ചികിത്സാ പദ്ധതികൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ പദ്ധതികൾ നിലവിൽ ഉള്ളവർക്കും ബാധകമാക്കുക. മന്ത്രിമാർ, MLA-മാർ, IAS-കാർ, PSC മെമ്പർമാർ, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ.
ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ പദ്ധതികൾക്കു സർക്കാർ പണം നൽകുന്നത് നിരോധിക്കുക. 41 വകുപ്പ്തലവന്മാരായി അതത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവരിക. 42 IAS തസ്തികകൾ കുറക്കുക. സെക്രട്ടേറിയറ്റിലെ IAS തസ്തികകൾ കുറക്കുക. ഫെയിലുകൾ കാണേണ്ട തസ്തികകളുടെ എണ്ണം കുറക്കും. പോലീസ് വകുപ്പിൽ IPS തസ്തിക കുറക്കുക. പറ്റാവുന്നിടത്തോളം തസ്തികകൾ സംസ്ഥാന ജീവനക്കാരുടേത് ആക്കുക. 43 കായൽ, കുളം, നദികൾ, തോട് എന്നിവയിലേക്കും അവയിലേക്ക് പതിക്കുന്ന ഓടകളിലേക്കും പുരയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും സെപ്റ്റിക് മാലിന്യവും അഴുക്കുചാലുകളും ഒഴുക്കിവിടുന്നതു നിരോധിക്കുക. ഇങ്ങനെ ചെയ്തിട്ടുള്ളവ 6 മാസത്തിനകം മാറ്റണമെന്ന് നിയമം കൊണ്ടുവരിക. മാറ്റാത്തവ 1 വർഷത്തിനകം സർക്കാർ ചെലവിൽ അടച്ചു ഭീമമായ ഫൈനോടൊപ്പം ചെലവിന്റെ 10 ഉടമസ്ഥരിൽ നിന്നു ഈടാക്കുക. 44 കായൽ, കുളം, തോട് എന്നിവ 2 വർഷത്തിലൊരിക്കൽ വൃത്തിയാക്കാനുള്ള പരിപാടിയിലെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ചെലവ് 1 വർഷത്തിനകം നിർണയിച്ചു ആ തുക നികുതിയായി ജനങ്ങളിൽ നിന്നും ഈടാക്കുക. 46 പേഴ്സണൽ സ്റ്റാഫ്, മിഷൻ, ബോർഡ്, KSRTC സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ തുടങ്ങിയവയിൽ PSC വഴിയല്ലാതെ ഉള്ള എല്ലാ നിയമന തസ്തികകളുടെയും ആവശ്യകത പരിഗണിച്ചു ആവശ്യമായ തസ്തികകൾ നിർണയിച്ചു നിയമനം PSC വഴി മാത്രം ആക്കുക. 47 ഒരാൾക്കു അധിക ചാർജ് കൊടുക്കുന്നത് നിരോധിക്കുക. തസ്തിക മറ്റൊരിടത്തേക്ക് മാറ്റുന്നതും നിരോധിക്കുക. 48 മന്ത്രി, MLA മുതലായ എല്ലാ തസ്തികയ്ക്കും മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിർണയിക്കുക. അവർക്ക് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക. 49 നിർദ്ദേശിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സാമ്പത്തികം കണക്കാക്കി ആ തുക ലഭ്യമാക്കാൻ ഭീമമായ നികുതി വർധന വേണ്ടിവരുമെന്ന് ജനങ്ങളെ അറിയിച്ചു ആശുപത്രി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ രോഗികളിൽ നിന്നും വാർഷിക സാമ്പത്തിക സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ ആദായം അനുസരിച്ച് സേവനങ്ങൾക്കും മരുന്നിനും തുക വസൂലാക്കുകയോ ആശുപത്രി നടത്തിപ്പിൽ രാഷ്ട്രീയക്കാർക്കും മന്ത്രിക്കും യാതൊരു കാര്യവും ഇല്ലെങ്കിലും അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉള്ളതിനാൽ തങ്ങളും അവിടെ പോകുന്നു എന്ന് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പറയുന്നതിനാൽ സർക്കാർ ആശുപത്രി നടത്തിപ്പ് ഡോക്ടർമാരെയും ആസ്പത്രി ജീവനക്കാരെയും ഏൽപ്പിച്ചു HMC നിർത്തലാക്കുക. 51 വിമാനത്താവളത്തിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും സാധാരണ ജനങ്ങൾ നേരിടുന്ന എല്ലാ പരിശോധനകളും മന്ത്രിമാർക്കും MLA മാർക്കും രാഷ്ട്രീയക്കാർക്കും ബാധകമാക്കുക. 52 പൊതുനിരത്തിലും സർക്കാർ ചടങ്ങുകളിലും വിനോദ കായിക പരിപാടികളിലും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും യാതൊരു പ്രത്യേക പരിഗണനയും നൽകാതിരിക്കുക. 53 സർക്കാർ സ്ഥാപനങ്ങളിലും നിരത്തുകളിലും സാധാരണയുള്ള സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഒരു സമര ആഹ്വാനം പ്രമാണിച്ചും നൽകാതിരിക്കുക. ആക്രമണങ്ങൾ ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കുകയും 100 ഇരട്ടി നഷ്ടപരിഹാരം നടത്തിപ്പുകാരിൽ നിന്നും 1 മാസത്തിനകം വസൂലാക്കുകയും ചെയ്യുക. 54 ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വാഹനം, താമസസ്ഥലം എന്നിവ നൽകാതിരിക്കുക. അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള വീട്ടുവാടക, ബസ് ചാർജ്, ഓട്ടോ റെയിൽ ഉള്ള ദിവസങ്ങളിൽ മുൻകാല സമരവുമായി ബന്ധപ്പെട്ടുള്ള അക്രമപ്രവർത്തനങ്ങളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവർ സ്വമേധയാ ജയിലിൽ ഹാജരാവാനും ലിസ്റ്റിൽ ഉള്ളവരെ പോലീസ് ജയിലിൽ കൊണ്ടുവരാനും നിയമം കൊണ്ടുവരിക. 56 സമരത്തിൽ ഏർപ്പെടാത്തവരെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ അക്രമം നടത്തുകയോ ചെയ്യുന്നവർക്കെതിരെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിന് കേസ് എടുത്തു ശിക്ഷ നൽകുകയും 100 ഇരട്ടി നഷ്ടപരിഹാരം 1 മാസത്തിനകം ഈടാക്കുകയും ചെയ്യുക. 57 പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോത്സ്യന്മാർ ഉൾപ്പെടെ ഉള്ളവർ ആ പ്രവചനങ്ങൾ രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നതിനും തെറ്റിയ പ്രവചനങ്ങൾക്കു ആ പ്രവചനങ്ങൾ നിമിത്തം കക്ഷിക്ക് ലഭിക്കുമായിരുന്ന സാമ്പത്തിക നേട്ടം നഷ്ടപരിഹാരമായി 1 മാസത്തിനുള്ളിൽ ഈടാക്കുന്നതിന് നിയമം ഉണ്ടാക്കുക. 58 രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെയും വഹിച്ചവരുടെയും പേഴ്സണൽ സ്റ്റാഫ് മുതലായ രാഷ്ട്രീയ തസ്തികകൾ വഹിച്ചവരുടെയും ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സ്വത്ത് വരവിൽ കവിഞ്ഞതാണോ എന്ന് പരിശോധിച്ച് കൂടുതൽ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അപേക്ഷിക്കാനുള്ള പോർട്ടൽ, അതിനാവശ്യമായ അനുമതികൾ ലഭിക്കാനുള്ള സംവിധാനം ജില്ല, താലൂക്ക്, വില്ലേജ് അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തി ഓരോ മാസവും തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ തസ്തികകൾ എന്നിവ പ്രസിദ്ധീകരിക്കുകയും തുടർ മാസങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുക. 60 സമാനമായ സംവിധാനം കൃഷി വകുപ്പിലും ഏർപ്പെടുത്തുക. 61 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും ഏതൊക്കെ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നിർത്തലാക്കി, നഷ്ടപ്പെട്ട തസ്തികകളുടെ വിവരം, ഇപ്പോൾ നിലവിലുള്ള തസ്തികകൾ, സ്വകാര്യ മേഖലയ്ക്ക് നൽകിയ ആസ്തി, നൽകിയ സമ്പത്ത്, അത് ചെലവാക്കിയ രീതി എന്നിവ പ്രസിദ്ധപ്പെടുത്തും. 62 ലൈൻ പൊട്ടിയാൽ വൈദ്യുതി നിൽക്കുന്ന സംവിധാനം കൊണ്ടുവരും. 63 ഫിലിമുകൾ സെൻസർ ചെയ്യുന്നതിനായി ക്ഷണിക്കപ്പെട്ട വിദഗ്ധരും സാധാരണ ജനങ്ങളും അടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ചു. 80% അംഗങ്ങൾ അംഗീകരിച്ച ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയും കമ്മിറ്റിയിൽ തങ്ങളുടെ അഭിപ്രായം പറയുവാൻ ഫിലിം നിർമ്മിച്ചവർക്ക് റോഡുകൾ എന്നിവയ്ക്കായി കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് അവരുടെ വസ്തുവകയ്ക്ക് തത്തുല്യമായ വസ്തുവകയും സ്ഥലവും കൃഷിസ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ നിലവിലുള്ള ജീവസന്ധാരണ മാർഗം തുടരാൻ സൗകര്യമൊരുക്കുക. മിനിമം നിലവാരം ഉള്ള വീട്, തൊഴിൽ മാർഗം എന്നിവ ഇല്ലാത്തവർക്ക് അവ ഉണ്ടാക്കിക്കൊടുക്കുക.
പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നം ഇവർക്കും ലഭ്യമാക്കുക. ഈ കാര്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം കണക്കാക്കി കുടിയൊഴിപ്പിക്കുന്നവരുടെ യോഗത്തിൽ അംഗീകാരം വാങ്ങി പദ്ധതി നടപ്പിലാക്കുകയും പദ്ധതി പണി തുടങ്ങുന്നതിനു മുൻപ് മേൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കും എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുക. ഇവക്ക് ആവശ്യമായ സാമ്പത്തികം പ്രോജക്ട് ഫണ്ടിൽ ഉൾപ്പെടുത്തുക. 65 മതപരമായ ലഹളകൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ആ ജനങ്ങളുടേതായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ സ്ഥലത്തെ ഭരണനിർവഹണവും പോലീസിംഗും ഈ കമ്മിറ്റിയുടെ കീഴിൽ ആക്കുക. ഈ സ്ഥലത്തിനുള്ള എല്ലാവിധ ധനസഹായങ്ങളും ഈ കമ്മിറ്റി മുഖാന്തരം നൽകുക. ഓരോ വർഷവും ലഹള ഉണ്ടാകാതിരുന്നാൽ അധിക സാമ്പത്തികം നൽകുക. മുന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലം അടുത്തുണ്ടെങ്കിൽ അതും ഈ കമ്മിറ്റി കൊലപാതകം, കൊള്ളിവയ്പു എന്നിവ പാടില്ല പറയുന്ന ഭാഗങ്ങൾ എല്ലായിടത്തും പ്രദർശിപ്പിക്കുക. മാധ്യമങ്ങളിൽ കൂടി പ്രസിദ്ധപ്പെടുത്തുക. 67 ആശുപത്രിയിലോ വക്കീലന്മാരുടെ സമീപത്തോ വരുന്ന ആളുകൾക്ക് പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നു അവർ പറയുകയോ ഡോക്ടർക്കോ വക്കീലിനോ തോന്നുകയോ ചെയ്താൽ കേസ് എടുക്കാൻ അവർ അടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും ജില്ലാ പോലീസ് ഓഫീസിലും അറിയിക്കണമെന്നും വിവരം കിട്ടി ഒരു ദിവസത്തിനകം വിവരം ലഭിച്ചവർ നടപടി എടുക്കണമെന്നും നിയമം ഉണ്ടാക്കുകയും ഇങ്ങനെ ചെയ്യാത്തവരെ ശിക്ഷിക്കാനുള്ള നിയമം പോലീസ് സ്റ്റേഷന്റെയും അകത്തുള്ള എല്ലായിടങ്ങളിലും പരിസരങ്ങളിലും ഡ്യൂട്ടി സ്ഥലങ്ങളിലും ഡ്യൂട്ടി വാഹനങ്ങൾക്കു അകത്തും പുറത്തും CCTV സ്ഥാപിക്കുകയും സംശയചിത്രങ്ങൾ 24 മണിക്കൂറിനകം ജില്ലാ അധികാരിക്ക് അയക്കാൻ സംവിധാനം ഒരുക്കുകയും സംശയ ദൃശ്യങ്ങൾ ജില്ലാ അധികാരി 24 മണിക്കൂറിനകം പരിശോധിച്ച് കേസ് എടുക്കുകയും 14 ദിവസത്തിനകം കുറ്റക്കാരെ ശിക്ഷിക്കുകയും BNS പ്രകാരം കേസ് ചാർജ് ചെയ്യുകയും ചെയ്യണമെന്ന് നിയമം ഉണ്ടാക്കി നടപ്പിലാക്കുക. ഈ സ്ഥലങ്ങളിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ജനങ്ങളുമായി പോകേണ്ടി വന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ഥലങ്ങൾ മേലധികാരിയെ അന്ന് തന്നെ അറിയിച്ചിരിക്കണമെന്നും നിയമം ഉണ്ടാക്കി നടപ്പിൽ വരുത്തുക. 69 പോലീസുകാരെ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും പോലീസുകാർ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും കുറ്റക്കാർക്ക് എതിരെ പരാതി നൽകാനും അതിൽ 24 മണിക്കൂറിനകം കേസ് എടുത്തു 14 ദിവസത്തിനകം കോടതിയിൽ കേസ് ചാർജ് ചെയ്യാനും നിഷ്കർഷിക്കുന്ന നിയമം കൊണ്ടുവന്നു നടപ്പിലാക്കൂ. 70 പോലീസ് സ്റ്റേഷനുകളിൽ ഓഫീസുകളിൽ സെക്യൂരിറ്റിക്ക് 2 പോലീസുകാർ മാത്രമായി പരിമിതപ്പെടുത്തുക. അവിടെ അക്രമം ഉണ്ടായാൽ BNS പ്രകാരം 24 മണിക്കൂറിനകം കേസ് എടുത്തു 14 ദിവസത്തിനകം കോടതിയിൽ കേസ് ചാർജ് ചെയ്യുക. 72 കോടതിയിൽ കേസുകളിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് സമയപരിധി ഏർപ്പെടുത്തു. 73 രാഷ്ട്രീയ തസ്തികൾക്കു ആ തസ്തികയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിന്റെ തൊട്ടുമുകളിലുള്ള ഇൻക്രിമെന്റ് ചേർത്തുള്ള ശമ്പളം നൽകുകയും തെരഞ്ഞെടുക്കപ്പെട്ട തസ്തികയുടെ കാലാവധി പൂർത്തീകരിച്ചാൽ തത്തുല്യമായ ശമ്പളം സ്വീകരിക്കുന്ന ജീവനക്കാരുടെ മിനിമം പെൻഷന്റെ 1/5 നൽകുകയും ചെയ്യും. 74 നയതന്ത്ര പ്രതിനിധികൾക്കും രാഷ്ട്രതലവന്മാർക്കും സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നുള്ള ഇളവ് നിർത്തലാക്കൂ. 75 സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് ശമ്പളം നൽകുന്ന എല്ലാ തസ്തികകളിലും നിയമനം PSC വഴി മാത്രം ആക്കുക. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ 10% തസ്തികകളിൽ മാത്രം നിയമനം നടത്താൻ മാനേജ്മെന്റിനെ അനുവദിക്കുക. അവർ പ്രത്യേക മത്സര പരീക്ഷ വച്ചു നിയമനങ്ങൾ നടത്തുന്ന നിയമനങ്ങൾക്ക് പണം വാങ്ങിയിട്ടില്ല. രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ നേതൃതസ്തികകളിൽ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആവണമെന്നു ബോധ്യപ്പെടുത്താൻ വ്യാപക പ്രചാരണം നടത്തുകയും അതു അങ്ങനെയാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടത്തുക. 77 ആൾക്കൂട്ടത്തെ കൂട്ടിയുള്ള മതരാഷ്ട്രീയ പരിപാടികൾ തീർത്ഥാടനങ്ങൾ എന്നിവയിൽ അപകടം ഉണ്ടാവാതെ നോക്കേണ്ട ബാധ്യതയും അവിടങ്ങളിൽ വൈദ്യസഹായം ലഭ്യമാക്കേണ്ട ബാധ്യതയും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അവക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ദുരന്ത പരിഹാരത്തിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചുമതലയും ചെലവും സംഘാടകർ വഹിക്കണമെന്നു നിയമം കൊണ്ടുവന്നു നടപ്പിലാക്കൂ. 78 സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉള്ള സൗകര്യങ്ങളും നടത്തപ്പെടുന്ന രീതികളും മനസ്സിലാക്കി അവ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തുക. അടുത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു ഇവ കണ്ടെത്തി നടപ്പിൽ വരുത്താൻ സ്ഥാപന ജീവനക്കാരെ ചുമതലപ്പെടുത്തുക. 79 പുതിയ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിനും കൃഷി തുടങ്ങുന്നതിനും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സാമ്പത്തിക സഹായം നൽകുക. അനുമതികൾ ലഭിക്കാൻ ജീവി ആക്രമണം തടയാൻ മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടി നടപ്പിൽ വരുത്തുക. 81 കോളേജ്, സ്കൂൾ എന്നിവിടങ്ങളിൽ ഇടിമുറി, ആയുധങ്ങൾ, റാഗിംഗ് എന്നിവ ഇല്ല എന്നു ഉറപ്പുവരുത്താൻ അധ്യാപകർക്കു സ്ഥാപനസ്ഥലങ്ങൾ വീതിച്ചു നൽകുകയും 14 ദിവസം കൂടുമ്പോൾ പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുക. 82 ഇലക്ട്രിസിറ്റി വാങ്ങുന്നതിനു തെറ്റായ രീതിയിൽ കരാറുകൾ ക്ഷണിച്ചു പിന്നീട് കരാർ റദ്ദാക്കി കൂടുതൽ ചെലവ് വന്നാൽ നഷ്ടം കരാർ ക്ഷണിച്ചവരിൽ നിന്നു ഈടാക്കുക.
83 KSCB ജീവനക്കാരുടെ ശമ്പളം അവരുടെ തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയ്ക്ക് സമാനമായ യോഗ്യത നിഷ്കർഷിച്ചിട്ടുള്ള ഇതരവകുപ്പു തസ്തികയിലെ ജീവനക്കാർക്കുള്ള ശമ്പളത്തിന് തുല്യമാക്കുക. 84 സർക്കാർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ജീവനക്കാരെ നിർണയിച്ചു അവരുടെ വേതനം കണക്കാക്കി ആ വേതനം ലഭ്യമാക്കി പ്രവർത്തനം നടത്തുക. 85 മുഴുവൻ ജോലി സമയവും ചെയ്യാനുള്ള പണി നിലവിലുള്ള എല്ലാ തസ്തികയിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു കുറവ് ജോലിയുള്ള തസ്തികകൾ സംയോജിപ്പിക്കുകയും ആവശ്യമുള്ള അധിക തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ആവശ്യമെങ്കിൽ ഒരു ജീവനക്കാരന് 2 പുതുതായി ആരംഭിക്കേണ്ട സ്ഥാപനങ്ങൾ നിർണയിച്ചു അവക്ക് വേണ്ട നിർമ്മാണത്തുക, ജീവനക്കാരുടെ ശമ്പളത്തുക, പ്രവർത്തന ചെലവ് എന്നിവ കണക്കാക്കി അനുവദിക്കുക. 88 പരോൾ, ശിക്ഷാകാലാവധി കഴിയാതെ വിട്ടേക്കൽ എന്നിവ നിയമം മൂലം നിർത്തലാക്കുക. 88 മനുഷ്യന്റെ ആർത്തി പൂർത്തീകരിക്കാൻ ഭൂമിയുടെ വസ്തുവകകൾ മതിയാവില്ല. ആയതിനാൽ മനുഷ്യന് ഒരു നേരം കഴിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നൽകുന്ന ഹോട്ടലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അധിക ഭക്ഷണം കൊടുക്കുന്നത് നിരോധിക്കുകയും ചെയ്യുക. സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണം കൂടിയ നിരക്കിൽ നൽകുന്ന ഹോട്ടലുകളിലെ ഭക്ഷണ ബില്ലിന്മേൽ ബിൽ തുകക്ക് ആനുപാതികമായി കഴിക്കുന്ന ആളിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചു ബില്ലിന്മേൽ അധിക നികുതി ചുമത്തുക. 89 ഉപയോഗപ്പെടുത്തുകയോ കൃഷി ചെയ്യാതെയോ ഇട്ടിരിക്കുന്ന ഭൂമി ഉടമകൾ വിൽക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുക. ഒരു വർഷമായിട്ടും ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തു സർക്കാർ പരസ്യം നൽകി കിട്ടുന്ന വിലക്ക് വിൽക്കുവാനുള്ള നിയമം കൊണ്ടുവരിക. 90